ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ഡ്രൈനേജ് സിസ്റ്റത്തിൻ്റെ വീടിൻ്റെ പ്ലംബിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഡ്രൈനേജ് സിസ്റ്റത്തിൻ്റെ പൈപ്പ് ലൈൻ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ തന്നെ എന്തെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാനൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ബാത്റൂമാൻ്റെ ഔട്ടാണ് വന്നിരിക്കുന്നത്. ബാട്ടിൽ നിന്ന് ഔട്ട് ഇറങ്ങിയിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഏറ്റവും ആദ്യം തന്നെ ഒരു ഡോർ എൽബോ ഇട്ടിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല കാര്യമാണ്. ആ ഡോർ എൽബോ നമുക്ക് ഇതുപോലെ ഊരിയെടുക്കാം. 4 ഇഞ്ച് ഡ്രൈനേജ് അതായത് ക്ലോസറ്റിൽ നിന്ന് വരുന്ന ഔട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് നമ്മൾ ഈ ഡോറ് അഴിച്ചു മാറ്റി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും എവിടെയാണ് ബ്ലോക്ക് വരുന്നത്. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ഇവിടെ അതിൻ്റെ അകത്തൊരു വാഷ് കണ്ടോ, ആ വാഷ് കറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് ആ ഡോറിൽ ഇട്ടതിന് ശേഷമാണ് ടൈറ്റ് ചെയ്യാൻ. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത്, പല രീതിയിലുള്ള സ്ഥലങ്ങളിലും നമ്മൾ ഈ ഡോറ് ഊരിയതിന് ശേഷം തിരിച്ചിടുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ലീക്ക്, അവിടെ വെള്ളം ഇങ്ങനെ പതുക്കെ കാരിച്ച് പുറത്തേക്ക് എടുക്കുന്നത് കാണാൻ സാധിക്കും. അത് ഈ ഡോറിന് നമ്മൾ ഇടുന്ന ആ വാഷ് കറക്റ്റ് ചെയ്ത് രണ്ടാമത് തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ വരാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് അതേപോലെ തന്നെ ടൈറ്റ് ചെയ്ത് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വാഷ് ഓക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഡ്രൈനേജ് സിസ്റ്റത്തിൽ എവിടെയെങ്കിലും ബ്ലോക്ക് കാര്യങ്ങൾ എവിടെ നിന്നാണ് തുടങ്ങുന്നത്, ബാത്റൂമിൻ്റെ അകത്തു നിന്നാണോ അത് പുറത്തു നിന്നാണോ എന്ന് ഏറ്റവും ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ബാത്റൂം ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ ഏത് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ നമുക്കൊരു ഡോർ എൽബോ കൊടുത്താൽ ക്ലിയറായിട്ട് ചെയ്യാൻ സാധിക്കും. ഇനി അവിടെ നിന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എല്ലാത്തിനോടും കണക്ട് ചെയ്തിട്ട് ഇപ്പോൾ കുഴി അകലെയാണെങ്കിൽ കുഴിയുണ്ട് ഏറ് കൊടുത്തിരിക്കുന്നുണ്ടോ, ഒരു 4 ഇഞ്ച് പൈപ്പ് തന്നെ നേരെ ആ പറയുന്ന ബാത്റൂമിൻ്റെ ഇവിടെയാണ് നമുക്ക് ബാത്റൂം ഏറ്റവും അവസാനത്തെ ബാത്റൂം വരുന്നതുകൊണ്ട് അവിടെ നമ്മൾ എൻഡ് കൊടുത്തിരിക്കുന്നത്. അവിടെ നമ്മളൊരു എയർ സിസ്റ്റം കൊടുത്തു. അപ്പുറത്ത് ഒരു ബാത്റൂം ഉണ്ട്. ഇത് രണ്ടും കൂടി ഒന്നിച്ച് ചെയ്തിട്ട് മുകളിലേക്ക് എയർ കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ പറയുന്ന ബാത്റൂം ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ എയർ കൊടുക്കാൻ നിൽക്കരുത്. കാരണം ഇവിടെ നമ്മൾ എയർ കൊടുക്കരുത്. ഇവിടെ ഒരു ടീട്ടോ കാര്യങ്ങൾ എയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സെപ്റ്റിക്കിൻ്റെ സ്മെല്ല് കാര്യങ്ങൾ വീട് മൊത്തം പരക്കും. ഇനി അടുത്തത് നമ്മൾ നോക്കി അറിയാൻ പറ്റും, കുളിക്കുന്ന വെള്ളത്തിൻ്റെ ഒരു 2 ഇഞ്ച് പൈപ്പിൻ്റെ എയർ കൊടുത്തതുകൊണ്ട് അത് നമുക്ക് അവിടെ കൊടുത്താലും വിഷയമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുളിക്കുന്ന വെള്ളം ട്രാപ്പിൽ നിന്ന്, അത് ബാത്റൂമിൻ്റെ അകത്ത് ട്രാപ്പിൽ നിന്ന് വരുന്ന വെള്ളമാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ തന്നെ ഒരു ഡോർ ടീ ഇട്ടിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഡോർ ടീ ഇല്ലെങ്കിലും കുഴപ്പമില്ല, സാധാ ടീ ഇട്ടിട്ട് ഏറ്റവും മുകളിൽ ഒരു എയർ കവൾ കൊടുത്താലും മതി. അത് നമ്മൾ ചെയ്തു. ഡോർ ടീ ഉള്ളതുകൊണ്ട് ഡോർ ടീ ഇട്ട് അതും ഇതുപോലെ തന്നെ വാഷ് ഉണ്ട്. അതെന്തെങ്കിലും ബ്ലോക്ക് കാര്യങ്ങൾ വരാണെങ്കിൽ കുറച്ച് ബ്ലോക്ക് ഇച്ചിരി കൂടാൻ ചാൻസ് ഉള്ളതിനാണ്. കാരണം ഇതിന് മുടി കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് തുറന്ന് ക്ലീൻ ചെയ്യാനുള്ള സംവിധാനം നമ്മൾ എപ്പോഴും ചെയ്തിരുന്നത് ഏറ്റവും നല്ലതാണ്. അവൻ്റെ എയർ ഇവിടുത്തെ റിലീസാവും. എയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ, അതായത് ആ എയർ സർക്കുലേഷന് വേണ്ടിയിട്ടുള്ള എയർ മാത്രമാണ്. പിന്നെ സെപ്പറേറ്റ് കുഴിയിലേക്കാണ് അത് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അതായത് കുളിക്കുന്ന വെള്ളത്തിന് സെപ്പറേറ്റ് കുഴി, സിങ്കിന് വേണ്ടി സെപ്പറേറ്റ് കുഴി, ടാങ്കിന് സെപ്പറേറ്റ് കുഴി, അങ്ങനെ സെപ്പറേറ്റ് പോകുന്നതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന കുളിക്കുന്ന വെള്ളത്തിൻ്റെ ഏരിയയിൽ നിന്ന് വരുന്ന പൈപ്പിൽ സ്മെല്ല് കാര്യങ്ങൾ തന്നെ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ എയർ റിലീസ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ 2 ഇഞ്ചിന് കൊടുത്തത്. അപ്പോൾ 4 ഇഞ്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു. 4 ഇഞ്ചിൻ്റെ എയർ ഇവിടെ തന്നെ കൊടുക്കരുത്. ഇവിടെ കൊടുത്താണ് ഇവിടെ തന്നെ നമ്മൾ കൊടുത്താൽ എവിടെയാണെങ്കിലും കൊടുത്ത് ഇനി ആ എയർ സെപ്റ്റിക്കിൻ്റെ സ്മെല്ല് കാര്യങ്ങൾ 1 വർഷമൊന്നും ഉണ്ടാവില്ല, 1-2 വർഷം പ്രശ്നം ഉണ്ടാവില്ല. ഒരു 3-4 വർഷം കഴിയുന്ന സമയത്ത് സെപ്റ്റി ടാങ്കിൽ വരുന്ന സ്മെല്ല് കാര്യങ്ങൾ മൊത്തം റിലീസാവുന്നത് നമ്മൾ എവിടെയാണോ എയർ കൊടുത്തിരിക്കുന്നത് അവിടെയായിരിക്കും. അപ്പോൾ നമ്മളിവിടെ താഴത്താണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ താഴത്തെ ഫ്ലോറിൽ കംപ്ലീറ്റ് എയറിൻ്റെ, അതായത് സെപ്റ്റിക്കിൻ്റെ സ്മെല്ലായിരിക്കും. പല ആളുകളും കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട്. പിന്നീട് നമുക്കൊന്നും ചെയ്യണമെങ്കിൽ ആ എയർ അവിടെ ക്ലോസ് ചെയ്യേണ്ടി വരും. അപ്പോൾ വേറെ സെപ്പറേറ്റ് എയർ കൊടുത്തിട്ടില്ലെങ്കിലും വിഷയവും. അപ്പോൾ അതുകൊണ്ട് എയർ കൊടുക്കുമ്പോൾ എപ്പോഴും നല്ലത് ഏറ്റവും എൻഡിലും ഏറ്റവും കുഴിയുടെ തൊട്ടടുത്ത് 2 എയർ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ആ എയർ സിസ്റ്റം കൊടുത്തതിന് ശേഷം ഏറ്റവും മുകളിൽ വീടിൻ്റെ ഏറ്റവും മുകളിലേക്ക് തന്നെ എയർ കൊടുത്ത് കളയുകയാണെങ്കിൽ നമുക്ക് ഭാവിയിലേക്ക് ഒരു വിഷയങ്ങൾ എയറിൻ്റെ അത് സ്മെല്ലില്ലാത്ത രീതിയിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ പറയുന്ന ഡ്രൈനേജ് സിസ്റ്റം കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. എന്നാലേ നമുക്ക് ഇതുപോലെ ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.